വെൽക്കം ബാക്ക് ടു സണി സൈഡ്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് സേലം അപ്പുറത്ത് നാമക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 250 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഏർലി മോർണിംഗ് ആണ്, സമയം 4:45. അപ്പോൾ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ഞാൻ എപ്പോഴും അടിക്കാറുള്ള പമ്പ് അടച്ചിട്ടിരിക്കുകയാണ്. ഞാനത് 24/7 ആണെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ അല്ല എന്നുള്ള സത്യം എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അടച്ചിട്ടിരിക്കുകയാണ്. ജിയോ BP-യുടെ പമ്പ് കാണുന്നുണ്ട്. ഞാൻ ഇന്നേ വരെ അവിടെ നിന്ന് ഫില്ല് ചെയ്തിട്ടില്ല. പണ്ടെപ്പോഴോ ഇതേപോലെ നാട്ടിൽ പോകുന്ന വഴിക്ക് മഴ പെയ്തിട്ട് ജാക്കറ്റ് ഇടാൻ വേണ്ടി നിർത്തിയായിരുന്നു. അപ്പോഴാണ് തോന്നുന്നു ലാസ്റ്റ് ഇവിടെ കയറിയത്. എന്തായാലും ഇന്ന് ജസ്റ്റ് ഒന്ന് ജിയോ ഒന്ന് അടിച്ച് നോക്കിയേക്കാം. അവിടെ ആരും ഇല്ലേ ദൈവമേ. ഓ 24/7 അല്ല കേട്ടോ പമ്പ്. 24/7 ആണോ അതോ ചേട്ടനോട് വെറുതെ കിടന്ന് ഉറങ്ങുന്നു മനസ്സിലാവുന്നില്ല. പക്ഷെ റേറ്റ് കൂടുതലുണ്ടല്ലേ. അങ്ങനെ നമ്മൾ ഹൊസൂർ എത്തിയപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ പമ്പ് കണ്ടു. ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. 24/7 ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഒരു ചേട്ടനോട് ഇന്ന് ഉറങ്ങുന്നുണ്ട്. എന്നാ കാർ എടുക്കുമോ? ആ നെറ്റ്വർക്ക് പ്രോബ്ലമാ? ഓ ഓൺലൈൻ ഏത് മാർക്ക് അതാ? ഓഹോ ഇല്ല പറയില്ല, സോറി ചേട്ടാ. ജിയോയുടെ പമ്പിൽ ആൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. പുള്ളി ഉറക്കമൊക്കെ എണീറ്റ് വന്നപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതായത് UPI ഡൗൺ ആണ്, കാർഡ് പേയ്മെൻറ്റിൻ്റെ സെർവർ ഡൗൺ ആണ്. കുഴപ്പമില്ല, നമുക്ക് ഓൾമോസ്റ്റ് 3 ബാറുണ്ട്. ഓ അത് പറഞ്ഞപ്പോഴേക്കും ഒരു ബാർ ഇറങ്ങിയല്ലോ. കുഴപ്പമില്ല. ഇവിടുന്ന് കൃഷ്ണഗിരി അടുത്താണ്, അവിടെ ഒരു HP-യുടെ പമ്പുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. അതുവരെ എത്തണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വേറൊരു ഇൻ്റർനെറ്റ് പമ്പ് കാണുന്നുണ്ടല്ലോ. ഇവിടെ കാർഡ് എടുക്കും എന്നാണെന്നുണ്ടെങ്കിൽ സൂപ്പർ. കാർഡ് എടുക്കുമോ? ഫുൾ ടാങ്ക്. ബാംഗ്ലൂർ റേറ്റ് 99 ആണ് വരുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും 102 ആയി. 106 വരുന്ന XP95 ഇവിടെ എത്തിയപ്പോഴേക്കും 109 ആയി. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ പണിയാണല്ലോ. ഇവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഇതാണ് നമ്മുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിയർലി 245 കിലോമീറ്റേഴ്സാണ് കാണിച്ചത്. അപ്പോൾ നമ്മൾ 45 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. പിന്നെ ഒരു 3.5 മണിക്കൂറാണ് കാണിക്കുന്നത് 200 കിലോമീറ്റേഴ്സ്. ഞാനൊരു ചെറിയ മണ്ടത്തരം കാണിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ടൂറിങ് സീറ്റ്സ് ഉണ്ട്, അത് ഞാൻ എടുത്ത് വെക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സീറ്റ് ആദ്യമേ മാറണമെന്ന് കരുതിയതായിരുന്നു. അത് ചെയ്തില്ല. അതുകൊണ്ട് അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. വെറും 45 കിലോമീറ്റർ കവർ ചെയ്തപ്പോഴേക്കും ചെറിയ രീതിക്കുള്ള മരവിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക് സീറ്റ്സ് പ്രിഫർ ചെയ്യാത്തത്. എൻ്റെ ടൂറിങ് സീറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈനസിൻ്റെ തന്നെ സ്പ്ലിറ്റ് സീറ്റ്സ് ഞാൻ ജെൽ സീറ്റ് ചെയ്തതാണ്. കുറച്ചുകൂടി ഫോമൊക്കെ ചെയ്തിട്ട് അതിൽ തന്നെ ഞാൻ ജെൽ സീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ നിർത്താണ്ട് ഞാൻ ഓൾമോസ്റ്റ് 250 കിലോമീറ്റേഴ്സൊക്കെ ഒറ്റ സെച്ച് നിർത്താണ്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ സീറ്റിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ വിവരം അറിയും. അങ്ങനെ നമ്മൾ സേലം കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു 68 കിലോമീറ്റർ ഇനി ബാക്കിയുണ്ട്. ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. വെറുതെ വണ്ടിയുടെ മൈലേജ് ചെക്ക് ചെയ്തപ്പോഴാണ് ഓൾമോസ്റ്റ് 36 ആണ് ആവറേജ് മൈലേജ് കാണിക്കുന്നത്. വണ്ടിയുടെ ടോട്ടൽ കിലോമീറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 20,000 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യം 20,002 കിലോമീറ്റേഴ്സ്. വണ്ടി എടുത്തിട്ടിപ്പോൾ 3 വർഷമായി. 3 വർഷത്തിനുള്ളിൽ ഇപ്പോൾ 20,000 കിലോമീറ്റേഴ്സ് ആവുന്നതേ ഉള്ളൂ. ലാസ്റ്റ് സർവീസിന് കൊടുത്തപ്പോൾ ചെയിനിൻ്റെ ലാസ്റ്റ് അഡ്ജസ്റ്റിംഗ് വരെ എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രോബബ്ലി ഇനിയൊരു 1500 അല്ലെങ്കിൽ 2000 കിലോമീറ്റർ കഴിയുമ്പോൾ ചെയിൻ റീപ്ലേസ് ചെയ്യേണ്ടി വരും. എൻ്റെ വണ്ടിക്ക് വോബ്ലിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 2000 കിലോമീറ്റേഴ്സിന് എൻ്റെ ടയർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ മാറിയത് ടിംസൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടയറായിരുന്നു. അന്നത് ഈ ഇമ്പോർട്ടിൻ്റെ ഇഷ്യൂ ഒക്കെ വന്ന ശേഷം കുറച്ചൊരു പഴയ സ്റ്റോക്ക് ടയറാണ് അന്ന് വാങ്ങിയിട്ടത്. അന്ന് വാങ്ങിയിട്ടത് തന്നെ ഒരു 2018 മോഡൽ ടയറായിരുന്നു. അപ്പോൾ 20,000 കഴിഞ്ഞതുകൊണ്ട് പ്രോബബ്ലി ഒരു 25 ഒക്കെ ആകുമ്പോഴേക്കും ബാക്ക് ടയർ മാറേണ്ടി വരുമായിരിക്കും. ആ കൂട്ടത്തിൽ ഞാൻ എന്തായാലും ഫ്രണ്ട് ടയറും റീപ്ലേസ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. കാരണം ഓൾമോസ്റ്റ് ഇപ്പോൾ 2018 ടയറാണ്, ഇപ്പോൾ 2024 ഓൾമോസ്റ്റ് 6 ഇയേഴ്സ് പഴക്കമായ ടയറിന്. അതിന് മുന്നേ ചെയിൻ സ്പ്രോക്കറ്റ് മാറേണ്ടി വരും ഒരു അടുത്തൊരു 2000 കിലോമീറ്ററിൽ. പിന്നെ ഒരു 3000 കൂടി പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ടയർ കൂടി റീപ്ലേസ് ചെയ്യണം. നമ്മൾ ലാസ്റ്റ് ഫ്യൂൽ ഫില്ല് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 133 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇപ്പോഴും ഫുൾ ടാങ്ക് തന്നെയാണ് കാണിക്കുന്നത്. ആവറേജ് മൈലേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 36 കിലോമീറ്റർ പെർ ലിറ്റർ എന്നാണ് കാണിക്കുന്നത്. വിച്ച് ഈസ് നോട്ട് ബാഡ് അറ്റ് ഓൾ. അത്യാവശ്യം കൈ കൊടുത്ത് തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഇനി ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തും എന്നാണ് ഗൂഗിൾ മാപ്സ് കാണിക്കുന്നത്. ലെറ്റ്സ് സീ. പൊതുവേ മോർണിംഗ് റൈഡ്സ് ചെയ്യുമ്പോഴും ഈവൻ നൈറ്റ് റൈഡ്സ് ആണെങ്കിൽ കൂടി
ഈ വണ്ട് വന്നടിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ ജാക്കറ്റിലും ഹെൽമെറ്റൊക്കെ ശരിക്കറിയാൻ പറ്റും. ഞാൻ രാവിലെ 4:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 7:30 കഴിഞ്ഞ് വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ഹെൽമെറ്റിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. നിങ്ങൾ ബൈക്കിൽ ലോങ് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഹെൽമെറ്റ് വൈസർ ക്ലീനറും ഒരു മൈക്രോ ഫൈബർ ക്ലോത്തും കരുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് എവിടെയെങ്കിലും ബ്രേക്ക് എടുക്കുമ്പോൾ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ടിരുന്നത്. സേലം കഴിഞ്ഞ് നാമക്കലേക്കുള്ള റോഡുണ്ട്, NH44. ഒരു രക്ഷയില്ല. ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട്, പക്ഷെ കാറിനാണ് പോയിരുന്നത് പോണ്ടിച്ചേരി പോയപ്പോൾ. പക്ഷെ ബൈക്കിന് പോകാനായിട്ട് എസ്പെഷ്യലി രാവിലെയൊക്കെ പോകാൻ ഒരു രക്ഷയില്ല കേട്ടോ. ഫുൾ പച്ചപ്പ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഫുൾ മരങ്ങൾ, ഒരു ഡ്രൈ ഫീലിംഗ് ഇല്ല. നല്ല റോഡാണ്, വലിയ ബഹളമില്ല. അത് പ്രോബ്ലം ചിലപ്പോൾ ഈ സമയം ആയതുകൊണ്ടായിരിക്കും. രാവിലെ 8:30 ആയിട്ടേ ഉള്ളൂ. കാറിന് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ വ്യത്യാസം ഫീൽ ചെയ്യില്ലായിരിക്കും. പക്ഷെ ബൈക്കിന് കൊള്ളാട്ടോ. റോഡിൽ വലിയ ബഹളമില്ല, അത്യാവശ്യം നല്ല റോഡാണ്. ഈ സമയം ആയതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല, ഒരു ഉച്ചയൊക്കെയാകുമ്പോൾ ചൂട് കയറും എങ്കിലും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇപ്പോൾ ഒരു 3 ദിവസത്തെ സ്റ്റേ ഇവിടെ ആയിരിക്കും, നാമക്കൽ ഗോൾഡൻ പാലസ്. 3 ദിവസത്തേക്ക് നേരം വണ്ടി എടുക്കുന്നുണ്ടാവില്ല. വണ്ടി ഇവിടെ സേഫായിട്ട് ഇവിടെ ഒരു ക്ലോസ് പാർക്കിംഗ് ഉണ്ട്, അവിടെ സേഫാണ്. അപ്പോൾ ഈ 3 ദിവസം കഴിഞ്ഞ് തിരിച്ച് ബാക്ക് ടു ബാംഗ്ലൂർ. അങ്ങനെ 3 ദിവസത്തെ നാമക്കൽ യാത്ര കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർക്ക്. ഓ മാൻ, നാമക്കൽ ഒരു രക്ഷയില്ല. ചൂടാണെങ്കിൽ നല്ല സ്ഥലമുണ്ട്, ഭയങ്കര ഒരു കാം ആൻഡ് പീസ്ഫുൾ സ്ഥലമാണ്. ആൾക്കാരെ ബഹളമൊന്നുമില്ല ഇവിടെ. ഇവിടെ ഊബറില്ല, ഇവിടെ ഓലയില്ല. ഓട്ടോ ഒക്കെ കിട്ടും, സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഞാൻ കണ്ടു. പക്ഷെ ഭയങ്കര ഒരു പീസ്ഫുൾ സ്ഥലം കണ്ടോ. സാറ്റർഡേ ആണ്, സാറ്റർഡേ ഈവനിങ് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5:45 സമയമാണ് ഈ കാണുന്നത്. ഇത് നാമക്കൽ ടൗണാണിത്. സമാധാനം ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി നാമക്കൽ ഇഷ്ടപ്പെടും. ഇപ്പോൾ പിന്നെ സമ്മറാണ്, അപ്പോൾ പിന്നെ ചൂടിൻ്റെ പീക്കായിരിക്കുള്ളൂ. വിൻ്റർ സമയം, അതായത് നവംബർ ഡിസംബറിലൊക്കെ രാത്രി തണുപ്പ് ഉണ്ടാവാറുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നാമക്കലിൽ നിന്ന് ബാംഗ്ലൂർ എൻ്റെ വീട്ടിലേക്ക് കാണിക്കുന്നത് 243 കിലോമീറ്ററാണ്. അതായത് ഓൾമോസ്റ്റ് 4 മണിക്കൂർ 33 മിനിറ്റാണ് ഗൂഗിൾ അമ്മായി പറയുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതലെടുക്കാനേ സമയമുള്ളൂ. കാരണം ഒന്നാമത് ഞാൻ എൻ്റെ ടൂറിംഗ് സീറ്റ്സ് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 50 കിലോമീറ്ററൊക്കെ കഴിയുമ്പോഴേക്കും നല്ല മരവിപ്പ് ഫീൽ ചെയ്യും, ഒന്ന് ബ്രേക്ക് എടുക്കാനൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ നിർത്തിയൊക്കെയായിരിക്കും ഞാൻ പോകുന്നത്. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് നാമക്കൽ ടൗൺ. ഇവിടുന്ന് സേലം 53 കിലോമീറ്റർ. സേലമാണ് നമുക്ക് വെച്ച് പിടിക്കേണ്ടത്. ഗൂഗിൾ അമ്മായി യെസ്. അപ്പോൾ ഇനി നമുക്ക് ഹൈവേ പിടിക്കാം. അങ്ങനെ നമ്മൾ നാമക്കൽ സേലം റോഡിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിയർലി 50 കിലോമീറ്ററാണ് സേലത്തേക്ക്. സേലത്ത് നിന്ന് പിന്നെ ഒരു 200 കിലോമീറ്ററാണ് ബാംഗ്ലൂർക്ക്. പക്ഷെ എനിക്ക് 200 കിലോമീറ്റർ ഒന്നും വരത്തില്ല. ഈ റോഡിനെ പറ്റിയാണ് ഞാൻ 3 ദിവസം മുന്നേ രാവിലെ വരുമ്പോൾ പറഞ്ഞത് നല്ല കിടിലൻ റോഡാണെന്നുള്ളത്. പക്ഷേ സത്യം പറയാലോ, ഉച്ച സമയത്ത്, അതല്ല ഇപ്പോൾ 6 മണിയായി, ഈ സമയത്തും ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. റൈറ്റ് സൈഡിൽ അങ്ങ് ദൂരെ ഏതോ ഒരു മലകളൊക്കെ കാണുന്നുണ്ട്. എവിടെയാണോ എന്താണെന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. ഇവിടെ അടുത്താണ് നമ്മുടെ ഏർക്കാട് വരുന്നത്. ഏർക്കാട് ഇവിടുന്ന് നിയർലി ഒരു 75-80 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. അതാണ് നാമക്കൽ ഭാഗത്തു നിന്ന് അടുത്തുള്ള ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയാനുള്ളത്. ഏർക്കാട് പോയിട്ടുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ അറിയിക്കാവുന്നതാണ്. അപ്പം ഇനി അടുത്ത സ്റ്റോപ്പ് സേലം. അങ്ങനെ നമ്മൾ സേലം എത്തി. തമിഴ്നാട്ടിലൊക്കെ ഇലക്ഷനാണ് ഏപ്രിൽ 19. അതിൻ്റേതായ നല്ല ബഹളമൊക്കെ ടൗണിലുണ്ടായിരുന്നു. പോരാത്തതിന് ചൂടും. ഓഹോ, ഈ ജാക്കറ്റൊക്കെ ഇട്ട് ബ്ലോക്കിൽ കിടക്കാൻ അത് ഈ ചൂട്ടത്ത് ഒരു സുഖമില്ല എന്നുള്ളത്. ധർമ്മപുരിക്കടുത്ത് പാളയം ടോൾ കഴിഞ്ഞപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഒരു റെഡ് ബുള്ള് വാങ്ങി കുടിച്ചു. ഈ റെഡ് ബുള്ള് അത്ര നല്ല സാധനമൊന്നുമല്ല, എങ്കിലും വൺസ് ഇൻ എ വൈൽ ക്ഷീണമൊക്കെ വരുമ്പോൾ ഇറ്റ് ഹെൽപ്സ്. ഇനി ഓൾമോസ്റ്റ് ഒരു 160 കിലോമീറ്റേഴ്സാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. ചൂട് കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. സമയം ഇപ്പോൾ രാത്രി 8:10. ഓൾമോസ്റ്റ് ഒരു 2.5-3 മണിക്കൂറിനുള്ളിൽ എത്തേണ്ടതാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് കൃഷ്ണഗിരി. അങ്ങനെ നമ്മൾ കൃഷ്ണഗിരി എത്തിയിരിക്കുകയാണ്. ഞാനെപ്പോഴും നാട്ടിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുമ്പോഴൊക്കെ ഇവിടെ നിർത്തിയിട്ടാണ് പോകാറുള്ളത്. സൂര്യ കോംപ്ലക്സ് എന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര്. ഇവിടുത്തെ കോമൺ വാഷ്റൂം ആണെങ്കിലും അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഓൾമോസ്റ്റ് 1 മണിക്കൂർ കൂടിയാണ് എനിക്ക് വീടെത്താനായിട്ട്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഹൊസൂർ എത്തി. ഹൊസൂർ എത്തുമ്പോൾ നമ്മൾ ഈ ബൈക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കാഴ്ച കാണാം. അതായത് പുതിയ വണ്ടികൾ ടെസ്റ്റ് ചെയ്യണം കാണാം. എൻ്റെ പുറകിൽ ഇപ്പോൾ TVSൻ്റെ ഒരു പുതിയ വണ്ടി, ഏതോ RTRൻ്റെ പുതിയ മോഡൽ എന്തോ ആണ്, അത് ടെസ്റ്റിംഗ് ആണ്. ഞാൻ പകലേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഒരു രാത്രിയും ടെസ്റ്റിംഗ് ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഒബ്വിയസ്ലി ഹെഡ്ലൈറ്റും കാറിലൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ രാത്രി തന്നെ ഇറങ്ങണമല്ലോ. ഈ കാണുന്നത് പുതിയ RTR ആണെന്ന് തോന്നുന്നു.
അതിൻ്റെ എക്സോസ്റ്റിൽ വ്യത്യാസമുണ്ട്, കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ എക്സോസ്റ്റിന് നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ വണ്ടി എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് പുതിയ RTR 160 ആണെന്നുള്ളതാണ്. അതിൻ്റെ എക്സോസ്റ്റിൽ നല്ലൊരു വ്യത്യാസം കാണാനുണ്ട്. നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ഞാനെപ്പോഴും പറയാറുള്ള പോലെ എനിക്ക് ബാംഗ്ലൂർ സിറ്റിയിലോട്ട് കിടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ഫുൾ ടാങ്ക് പെട്രോളിൽ എൻ്റെ ഹോണ്ട ഹൈനസ് ബാംഗ്ലൂർ ടു നാമക്കൽ ബാക്ക് ടു ബാംഗ്ലൂർ പോയി വന്നിരിക്കുകയാണ്. ഇനിയും ഓൾമോസ്റ്റ് 2 ബാർ ബാക്കിയുണ്ട്. ആവറേജ് മൈലേജ് കാണിക്കുന്നത് 37-38 എന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇതിലൊക്കെ തന്നെയുള്ളൂ. എൻ്റെ ഹോണ്ട ഹൈനസിൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നാമക്കൽ പോയി തിരിച്ച് ബാംഗ്ലൂർ വന്നതിൻ്റെ ഒരു ചെറിയ വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.